നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദംപുരി. മകരമാസത്തിലെ മകരച്ചുവ പോലെ ഏറ്റവും വളരെ പ്രത്യേകതയുള്ളതാണ് തൈപ്പൂയം എന്ന് പറയും. മകരമാസത്തിലെ പൂയം. തൈപ്പൂയം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ സുബ്രഹ്മണ്യ ഭക്തർക്ക് ഏറ്റവും അത്യുൽക്കടമായി നിൽക്കുന്ന സന്തോഷം നൽകുന്നൊരു ദിവസമാണ് തൈപ്പൂയം എന്ന് പറയുന്നത്. താരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് യുദ്ധം ചെയ്ത് അവൻ്റെ കഷ്ടതകളിൽ ജനങ്ങൾ ജീവിക്കുമ്പോൾ മഹർഷിമാരും ഋഷീശ്വരന്മാരും എല്ലാവരും കൂടെ കൂടി ദേവന്മാരുൾപ്പെടെയുള്ള ആൾക്കാർ കൈലാസം ചെന്ന് മഹാദേവനോട് പറയുകയാണ്, ഭഗവാനെ, ഈ താരകാസുരനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ അനുഗ്രഹിക്കണേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഞങ്ങളുടെ കഷ്ടതകളിൽ നിന്ന് ഞങ്ങൾ മാറ്റണേ എന്ന് പറഞ്ഞപ്പോൾ ശരിക്ക് സേനാനായകനായി നിൽക്കുന്ന സുബ്രഹ്മണ്യനോട് പറയാണ്, നീ പോയി യുദ്ധം ചെയ്യാൻ പറയാണ്. അങ്ങനെ 12 ആയുധങ്ങളുമായിട്ട് സുബ്രഹ്മണ്യ ഭഗവാൻ മഹാദേവൻ്റെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ച് അവിടെ ചെന്ന് യുദ്ധം ചെയ്ത് താരകാസുരനെ നിഗ്രഹിച്ച ദിവസം, സന്തോഷത്തിൻ്റെയും സൗരഭ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകൾ നൽകിയ ദിവസമാണ് തൈപ്പൂയം എന്ന് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ചില പുരാണങ്ങളിൽ പറയുന്നുണ്ട് അദ്ദേഹം ജനിച്ച ദിവസമാണെന്ന് പറയുന്നുണ്ട്. അത് കാർത്തിക നക്ഷത്രം എന്ന് വേറെയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൈപ്പൂയം അദ്ദേഹത്തിൻ്റെ വിവാഹ ദിനമാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തൈപ്പൂയം എന്ന് പറയുന്നത് താരകാസുരനെ നിഗ്രഹിച്ച ദിവസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉഗ്ര സ്വരൂപിയായി നിൽക്കുന്ന ശത്രുക്കൾ എത്ര ശക്തരാണെങ്കിലും അവരെ തോൽപ്പിക്കുന്ന, അല്ലെ ശത്രുദോഷം എത്ര ശക്തമാണെങ്കിലും അവരെ ഇല്ലാതാക്കുന്ന ഏറ്റവും ശക്തനായി നിൽക്കുന്ന ദേവസങ്കല്പമാണ് സുബ്രഹ്മണ്യ ഭഗവാൻ. അപ്പോൾ ആ സുബ്രഹ്മണ്യ ഭഗവാന്റെ അന്നത്തെ ദിവസം നമ്മുടെ സനാതന വിശ്വാസികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു ദിനവും കൂടിയാണ്. കാരണം സുബ്രഹ്മണ്യ ഭജനം നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ എന്തു തന്നെയാണെങ്കിലും, നമുക്കുണ്ടാകുന്ന സങ്കടങ്ങൾ എന്തു തന്നെയാണെങ്കിലും, നമ്മൾക്ക് കഷ്ടതകൾ എന്തു തന്നെയാണെങ്കിലും, മറ്റു മനുഷ്യരിൽ നിന്നുണ്ട് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ എന്തു തന്നെയായാലും, അല്ലെങ്കിൽ പരപീഡകൾ എന്തു തന്നെയായാലും, പരപീഡകൾ എന്നൊറ്റ വാക്കിൽ പറയാം, എന്തു തന്നെയായാലും ആ പരപീഡകളിൽ നിന്ന് നമുക്ക് മോക്ഷം നൽകി, മോചനം നൽകി, സന്തോഷത്തെ നൽകാൻ ഏറ്റവും ശക്തിമത്തായ ദിവസവുമാണ്, ശക്തിമത്തായ മൂർത്തിയാണ് സുബ്രഹ്മണ്യ സ്വാമി. കാരണം അന്ന് തന്നെ ലോകത്തെ മുഴുവൻ നശിപ്പിച്ച് ദുഃഖത്തെ ആഴ്ത്തി സങ്കടത്തിൽ ആഴ്ത്തി നിൽക്കുന്ന ഏറ്റവും വലിയ അസുരനെ കൊന്ന ദിവസമായതുകൊണ്ടും അദ്ദേഹത്തെ വധിച്ച ദിവസമായതുകൊണ്ടും അത് യുദ്ധം ചെയ്ത് വധിച്ചതായതുകൊണ്ടും അത്രയും ശക്തനായി നിൽക്കുന്ന ഭഗവാൻ ആ വിജയശ്രീലളിതനായി വന്ന ദിവസമായതുകൊണ്ടും നമുക്ക് ആ ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഒന്നും പറയണ്ട. എത്ര ദുരിതങ്ങളാണെങ്കിലും, എത്ര സങ്കടങ്ങളാണെങ്കിലും, എത്ര വിഷമതകളാണെങ്കിലും, ഏത് ഉപദ്രവങ്ങളാണെങ്കിലും, എങ്ങനെയുള്ള പരപീഡകളാണെങ്കിലും നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ പാതാരബിന്ദങ്ങളിൽ നിങ്ങൾ അഭയം പ്രാപിച്ചാൽ മതി. അവിടെ അതിന് സംരക്ഷണമാണ് എന്നുള്ള ഒരു ഒരു അർത്ഥവും കൂടി ആ ദിവസത്തെ പ്രാധാന്യത്തിനുണ്ട്. സുബ്രഹ്മണ്യ ഭഗവാനെ കുറിച്ച് പറയുന്നുണ്ട്, ശരിക്ക് ജ്യോതിഷത്തിൻ്റെ കാരകനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ജാതകത്തിൽ നിൽക്കുന്ന ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം, ആ ചൊവ്വയുടെ കാരകനാണ് സുബ്രഹ്മണ്യ ഭഗവാൻ. ഇപ്പോൾ 7-ൽ ചൊവ്വ വരിക, 8-ൽ ചൊവ്വ വരിക. ഈ ചൊവ്വ ചില സ്ഥാനത്തൊക്കെ നിന്നാൽ നമുക്ക് ദോഷമാണ്, മനസ്സിലാവുന്നത്. ദോഷമായി നിൽക്കുന്ന പല സ്ഥാനങ്ങളുണ്ട്. അങ്ങനെ ജാതകത്തിൽ ചൊവ്വ ദശക്കാലം അനുഭവിക്കുക, മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ചൊവ്വയുടെ ജാതകവശാൽ തന്നെ ചൊവ്വ മോശം ഗ്രഹങ്ങളും ഒക്കെ അതിൽ നിന്ന് മോശം ഫലം തരിക. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മുഴുവൻ ഉപാസിക്കാൻ പറ്റിയ ഏറ്റവും ശക്തനായ ഭഗവാനാണ്, അത് ഉപാസിക്കേണ്ട ഭഗവാനാണ് സുബ്രഹ്മണ്യ സ്വാമി. ആ സുബ്രഹ്മണ്യ സ്വാമി ഭജനത്തിലൂടെ ജാതകദോഷങ്ങൾ മാറും എന്ന് മാത്രമല്ല, കാരണം ജ്യോതിഷത്തിൻ്റെ കർത്താവായ കൊണ്ട് ജാതകദോഷങ്ങൾ മുഴുവൻ മാറും എന്ന് മാത്രമല്ല, സർവ ദോഷ ദുരിത സങ്കട മോചന കാരകനാണ് ഭഗവാൻ. അപ്പോൾ ഇന്നത്തെ ദിവസം, ഈ തൈപ്പൂയത്തിൻ്റെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായി നിൽക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ രാവിലെ കുളിച്ച് ഭഗവാനെ തൊഴുത്, നിർബന്ധമായും ഭഗവാനെ തൊഴുത്, ഭഗവാന്റെ അമ്പലങ്ങളിൽ തന്നെ പോയി തൊഴുത് പ്രാർത്ഥിച്ച്, 90% നിങ്ങൾ അമ്പലത്തിൽ തന്നെ പോകാൻ പ്രാർത്ഥിക്കണം. കാരണം അടുത്ത പരിസരത്ത് എങ്ങും അമ്പലം ഇല്ലെങ്കിൽ മാത്രമാണ് നിങ്ങൾ കുടുംബത്ത് അതിൻ്റെ പ്രാർത്ഥനകൾ ചെയ്യാവുള്ളൂ. അമ്പലം അടുത്തുള്ളവരോ അമ്പലത്തിൽ പോകാൻ പറ്റുന്നവരോ
പറ്റുവാണ് എങ്കിൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് അവിടുത്തെ ഒരു പട ചോറ് വാങ്ങിക്കഴിച്ച് വൈകുന്നേരം ഒരിക്കലെടുത്ത് അന്നത്തെ ദിവസം ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തിനായി മാറ്റിവെക്കേണ്ടതാണ്. ഉച്ചയ്ക്ക് അമ്പലത്തിൽ ഒരു പട ചോറ് മേടിച്ച് കഴിക്കാം. ഉപവാസം എടുക്കുന്നവർക്ക് ഉപവാസം എടുക്കാം. ഒരിക്കലവർക്ക് ഒരിക്കലെടുക്കാം. അന്ന് വേറെ രാവിലെ സാധാരണ രീതി ഭക്ഷണമൊക്കെ കഴിച്ച് ഭഗവാനെ തൊഴുത് ഭക്ഷണമൊക്കെ കഴിച്ച് അന്നത്തെ ഉച്ചയ്ക്ക് ഭഗവാന്റെ തന്നെ ചോറുണ്ട്. വൈകുന്നേരം ഒരിക്കലെടുത്ത് അതിനെ നമുക്ക് ആ ഒരു ദിവസത്തെ ഭക്ഷണക്രമം അങ്ങനെയാക്കുകയും സുബ്രഹ്മണ്യ സ്തുതികളും സുബ്രഹ്മണ്യ സഹസ്രനാമങ്ങളും സുബ്രഹ്മണ്യ നാമങ്ങളും സുബ്രഹ്മണ്യൻ്റെതായി നിൽക്കുന്ന കീർത്തനങ്ങളും ജപിച്ച് സ്വാമിയുടെ അനുഗ്രഹത്തിനായി വേണ്ടി അന്ന് പ്രാർത്ഥിച്ച് ലോകത്തെ മുഴുവൻ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരസുരന് നിഗ്രഹം കഴിഞ്ഞ ദിവസമായതുകൊണ്ട് എന്ത് ചോദിച്ചാലും പ്രത്യക്ഷമായ വരം ലഭിക്കും എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ, അല്ലെങ്കിൽ ലോകം മുഴുവൻ സങ്കടപ്പെട്ടിരിക്കുന്ന അസുരൻ്റെ ദേശം. അപ്പോൾ ആ നമ്മുടെ സങ്കടങ്ങൾ എന്തു തന്നെയായാലും അസുരൻ പല രീതിയിലാണ് ഉപദ്രവിച്ച് നാട്ടുകാരുടെ സമ്പത്ത് കട്ടുകൊണ്ടുപോയി ജീവന് ഹാനി വരുത്തി, കുട്ടികൾക്ക് ഉപദ്രവിച്ചു, കഷ്ടതകൾ വരുത്തി, വീടുകൾക്ക് ദോഷം വരുത്തി, അങ്ങനെ പല രീതിയിലുള്ള കഷ്ടതകൾ ചെയ്ത താരകാസുരനാണ്. അപ്പം നമ്മളുടെ ദുരിതങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ ദുരിതങ്ങളായാലും ഗ്രഹസംബന്ധമായ ദുരിതങ്ങളായാലും ശത്രു സംബന്ധമായി നിൽക്കുന്ന ദുരിതങ്ങളും തൊഴിൽ സംബന്ധമായി നിൽക്കുന്ന ദുരിതങ്ങളായാലും അതിനൊക്കെ മോക്ഷം നൽകാൻ പറ്റുന്നതും അതിനൊക്കെ അനുഗ്രഹം കിട്ടാൻ പറ്റിയ ദിവസമാണ് തൈപ്പൂയം. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ആ പ്രത്യേകത പറഞ്ഞത് തൈപ്പൂയാണ്, എന്തോ സുബ്രഹ്മണ്യ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞ് ഓടി അമ്പലത്തിൽ പോയി ഭഗവാനെ ദേ അനുഗ്രഹിച്ചേക്കണം എന്ന് പറഞ്ഞ് പോരുകയല്ല. അങ്ങനെയല്ല വേണ്ട, ആ പ്രാധാന്യം ഉൾക്കൊണ്ട് പോകണം. കാരണം ലോകത്തെ ശരിക്കും ഭൂമിയെ ശരിക്കും വിറപ്പിച്ച് നിന്നൊരു അസുരനെ, എല്ലാ കഷ്ടതും വരുത്തൊരു അസുരനെ ഒരേ ഒരാൾ, ഒരു പടയൊന്നുമല്ല, ഒരേ ഒരാൾ, ഒറ്റക്കൊരാൾ പോയിട്ടാണ് അദ്ദേഹത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചത്. അപ്പോൾ ആ വിജയ ദിവസം എന്ന് പറഞ്ഞാൽ ഈ കഷ്ടതകൾ മുഴുവൻ ഭൂലോകത്തിൻ്റെ ഇല്ലാണ്ടാക്കിയ ദിവസം എന്നൊരു പ്രാധാന്യം കൂടി ഉണ്ട്. അപ്പോൾ ആ കഷ്ടതകൾ ഇല്ലാണ്ടാക്കിയ മൂർത്തി ആരാ? അദ്ദേഹം ഇതാണ്. അപ്പോൾ ആ മൂർത്തിയുടെ അനുഗ്രഹം പിടിച്ചാൽ നമ്മുടെ കഷ്ടതകളുടെ അവസ്ഥ എന്താ? മാറുമെന്ന് ഉറപ്പല്ലേ? എന്തല്ലേ കേമത്തം, ഭയങ്കര കേമത്തായൊരു ഭാവമല്ലേ? അപ്പോൾ അന്നത്തെ ദിവസം തൈപ്പൂയം എന്ന് പറഞ്ഞ ദിവസം എത്ര ഒരു 2 മണിക്കൂറെങ്കിലും നിങ്ങൾ മിനിമം സുബ്രഹ്മണ്യ ഭജനത്തിന് വേണ്ടി മാറ്റിവെക്കുക. രാവിലെ വൈകുന്നേരം 1 മണിക്കൂർ വീതമാണെങ്കിൽ പോലും പരമാവധി അമ്പലത്തിലിരുന്ന് നാമം ജപിക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അമ്പലത്തിലെ തന്നെ പടച്ചോറുണ്ടാവുമെങ്കിൽ അതിലും കേമാണ്. വൈകുന്നേരം ഒരിക്കലും കഴിക്കണം, അതിശക്തമാണ്. അന്നത്തെ ദിവസം ഉപവാസം എടുക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവരും പറയുന്നില്ല, അതൊക്കെ ആരോഗ്യം പോലെ. ഇനിയിപ്പം നമ്മൾ വിദേശത്തുള്ളവരോ പുറത്തുള്ളവരോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ അമ്പലം, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ എന്താ പറയുക, മകരപ്പൊങ്കൽ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ കേമമായി നിൽക്കുന്ന ആചാരമാണ് നടക്കണേ. ഈ സുബ്രഹ്മണ്യ സ്വാമിയുടെ അതിഗംഭീരമായ ആചാരം നടക്കണേ. അവിടെയൊന്നും പിന്നെ അതിൻ്റെ പ്രശ്നങ്ങളില്ല. ഇനി അതിന് അപ്പുറത്തേക്കുള്ളവരൊക്കെ ആണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോ എന്തായാലും കുടുംബത്തിൽ ഉണ്ടാകാതിരിക്കില്ല, അല്ലെങ്കിൽ കൈകളുണ്ടായിരിക്കില്ല. അദ്ദേഹത്തിന് 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിക്കാം, അദ്ദേഹത്തെ പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ജപിക്കാം, അദ്ദേഹത്തിന് കുടുംബത്ത് തന്നെ നമസ്കരിക്കാം, ഇതൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിലുള്ളവരെല്ലാം ഭഗവാന് ഒരു 6 പ്രദക്ഷിണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിൻ്റെ നാമങ്ങളൊക്കെ ചൊല്ലി അദ്ദേഹത്തെ തൊഴുത് നമസ്കരിച്ച് കുറച്ച് എന്താ പറയണേ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പഴങ്ങൾ, പൂക്കൾ ഒക്കെ നടക്കൽ സമർപ്പിച്ച് വളരെ ഗംഭീരമായിട്ട് അങ്ങ് ഭജിച്ചോളൂ. എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും എല്ലാ സങ്കടങ്ങളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിന് പറ്റിയ ദിവസമാണ്, മോക്ഷത്തിന് പറ്റിയ ദിവസമാണ്. നമ്മുടെ ദുരിതം ഏതുമാവട്ടെ, നമ്മുടെ കഷ്ടത ഏതുമാകട്ടെ, അതിൻ്റെ പൂർണ്ണമായ മോക്ഷത്തിലേക്കും അതിൻ്റെ പൂർണ്ണമായ നന്മയിലേക്കും കാര്യവിജയത്തിനും കാര്യനിവൃത്തിക്കും സമാധാനത്തിനും സന്തോഷത്തിനും ഐശ്വര്യത്തിനും പറ്റിയ ദിവസമാണ് തൈപ്പൂയം. ആ സങ്കല്പത്തിലുള്ള ഭഗവാനെ, ഇത്രയും കഠിനമായി നിൽക്കുന്ന ഒരു അസുരനെ വധിച്ച് വിജയശ്രീലനായി നിൽക്കുന്ന ആ ഭഗവാനെ, അല്ലെങ്കിൽ എല്ലാ ലോകത്ത് സർവ്വ കഷ്ടതയും സമ്മാനിച്ച അസുരനെ കൊന്ന് നിൽക്കുന്ന ഭഗവാനെ, ആ ഒറ്റ ഭഗവാൻ ഒരാളാണ്. ആ ശിവപുത്രനായി നിൽക്കുന്ന ഭഗവാനെ, സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം ശൈവം എന്ന്, അതിൻ്റെ അർത്ഥം ബ്രഹ്മണ്യം എന്ന് പറഞ്ഞാൽ ശിവനും, സു എന്ന് പറഞ്ഞ അടുത്ത് സുഹൃതത്തെയും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യണേ. അപ്പോൾ അങ്ങനെയുള്ള ഭഗവാനെ, ആ ഭഗവാന്റെ കാൽക്കൽ വീണ് അതേ സ്വർഗീയമായി നിൽക്കുന്ന, അതേ അനിർവചനീയമായി നിൽക്കുന്ന, അല്ലെങ്കിൽ മഹാനന്മയുള്ള മോക്ഷത്തിലേക്കുള്ള അനുഗ്രഹത്തിലേക്കുള്ള ദുരിത നിവാരണത്തിലേക്കുള്ള വഴി എനിക്കുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ തൈപ്പൂയത്തെ ഒരു ദിവസം നിങ്ങൾ ഭഗവാന്റെ സേവയിലൂടെ ഭഗവാന്റെ നാമജപത്തിലൂടെ മോക്ഷപ്രാപ്തരാവട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നു, നിങ്ങളും ചെയ്യുക. ജാതകദോഷമുണ്ടെങ്കിലും ഗ്രഹപ്പഴാദോഷമുണ്ടെങ്കിലും ജാതകത്തിലെ ചൊവ്വയുടെ ദുരിതങ്ങളുണ്ടെങ്കിലും
കഷ്ടനഷ്ടങ്ങളുണ്ടെങ്കിലും കാര്യദുരിതങ്ങൾക്ക് മാറാനും ഇന്നത്തെ ദിവസം പ്രാധാന്യമാണ്. ഇത് കളയരുത്, ഇത് പ്രാർത്ഥിച്ചോളൂ. അതിൻ്റെ ഗുണം ഉത്തരോത്തരമാണ്. നമസ്കാരം. ഗോവിന്ദൻ നമ്പൂതിരി.